എത്ര പേർക്ക് ഈ ഒരു കോണ്ടന്റ് റെലവൻ്റ് ആയിട്ട് തോന്നും എന്ന് എനിക്കറിയില്ല. ഇതിനു മുമ്പും ഇങ്ങനത്തെ ഒരു കോണ്ടന്റ് ചെയ്തിട്ട് അത്യാവശ്യം തെറിവിളി ഞാൻ കമൻറ്റ് ബോക്സിൽ കേട്ടിട്ടുണ്ട്. സംഗതി വേറൊന്നുമല്ല, പള്ളികൾ, അമ്പലം, ഇതിൻ്റെ അകത്തുനിന്നൊക്കെ മൈക്കും കോളാമ്പിയും വെച്ച് പുറത്തേക്ക് വരുന്ന ശബ്ദം ഇതന്നെയാണ് വിഷയം. ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും ഒരു മുസ്ലിം പള്ളിയാണെങ്കിലും ഒരു അമ്പലമാണെന്നുണ്ടെങ്കിലും ഓക്കെ, അവിടുത്തെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ടൊരു സെർട്ടൈൻ ടൈമിന് ആ ടൈമിന് മാത്രം ഒരു സ്പീക്കറിനോ അല്ലെങ്കിൽ ഒരു കോളാമ്പിന്നോ കുറച്ച് ശബ്ദം പുറത്ത് വരുന്നത് വീണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവിടെയൊക്കെ എന്തെങ്കിലും ഒരു ഉത്സവമോ ഒരു ഫെസ്റ്റിവലോ വരുന്ന സമയത്ത് 3-4 ദിവസം അടുപ്പിച്ച് ആ പള്ളിയുടെയോ അമ്പലത്തിൻ്റെയോ ഒക്കെ ചുറ്റുപാടും മറ്റേ എക്സ്ട്രാ മുളേൻ്റെ പോസ്റ്റും കൊണ്ടുവന്ന് ലൈറ്റും വെച്ച് ആ എത്രയൊക്കെ പോസ്റ്റ് വെച്ചിട്ടുണ്ടോ അത്രയൊക്കെ പോസ്റ്റിൻ്റെ മുകളിൽ കുപ്പിന്ന് ഭൂതത്തിന് അഴിച്ചു വിട്ട പോലത്തെ സ്പീക്കറും കൊടന്ന് വെച്ച് പാട്ടോ പാട്ട് കൂത്തോ കൂത്ത്, ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങളും അനുഭവിച്ച് കാണും. ഓക്കെ, ഇപ്പം എന്താണെങ്കിലും ഞാൻ ഇപ്പോൾ ഈ ടോപ്പിക്ക് വീണ്ടും സംസാരിക്കാൻ കാരണം അഹാന കൃഷ്ണ. അഹാനയുടെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഞാൻ കാണാനിടയായി. അപ്പോൾ അഹാന കൃഷ്ണയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിക്കകത്ത് ഫസ്റ്റ് ഒരു സ്റ്റോറിക്കകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്, ഹൈ ടൈം ടെമ്പിൾ അസോസിയേഷൻ ഓർഗനൈസേഴ്സ് സ്റ്റോപ്പ് അസ്യൂമിങ് ദാറ്റ് എവ്രി വൺ വാണ്ട്സ് ടു ഹിയർ വാട്ട്സ് ഗോയിങ് ഓൺ inside the temple during festivals through a speaker in high volume. This starts around 9 in the morning and goes till 10 or 11 in the night and has been happening for a week. Those who want to hear this would just go to the temple premise and listen to it. Simple. വളരെ വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യം. അച്ഛനൊരു BJP പ്രവർത്തകനാണ് എന്ന് വിചാരിച്ച് അമ്പലത്തിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് അമ്പലത്തിലേക്ക് പോകുന്ന റോട്ടിൽ മൊത്തം ഇതേപോലെ പോസ്റ്റിൻ്റെ മുകളിലും എക്സ്ട്രാ പോസ്റ്റ് മുളേൻ്റെ വെച്ചിട്ടും അതിൻ്റെ മുകളിൽ സ്പീക്കർ വെച്ചിട്ട് അങ്ങോട്ട് നാട്ടുകാർക്ക് ശല്യമാവുന്ന രീതിയിൽ പാട്ടിട്ട് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് BJP പ്രവർത്തകൻ എന്നല്ല, എത്ര ദൈവത്തിന് വിളിക്കണവനാണെന്നുണ്ടെങ്കിലും അവൻ്റെ സ്വൈരവും സമാധാനവും നഷ്ടപ്പെട്ട റിയാക്ട് ചെയ്യും. ഇത് സിമ്പിളാണ് കാര്യം. അതിലിപ്പോൾ ദൈവവും അതോ ഒന്നും നോക്കിയിട്ടല്ല മനുഷ്യൻ, അവനവൻ്റെ സമാധാനവും സ്വസ്ഥതയാണ് ഒരാൾക്ക് വേണ്ടത്. പക്ഷേ ഇവിടെ ചില ഒട്ടുമിക്ക എല്ലാ പള്ളികളിലും അമ്പലങ്ങളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഫെസ്റ്റിവൽ ടൈമിലിടെ സഹിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഈ പരിപാടി കാണിച്ചു കൂട്ടുന്നത്. കഴിഞ്ഞിട്ടില്ല, അഹാനയുടെ സ്റ്റോറി ഈ ഒരു പോസ്റ്റ് മാത്രമല്ല, എ ഫ്യൂ മൊമെൻറ്റ്സ് ലേറ്റർ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു സ്റ്റോറി, അടുത്തത് വന്ന് അമ്പലത്തിലിടാൻ പറ്റിയ സൂപ്പർ പാട്ട്, അതൊക്കെ ഞാൻ അവിടെ പ്ലേ ചെയ്യട്ടെ. ഹരോ ഹര ഹരോ ഹര എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ അടുത്ത തന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് മൈ ഫോൺ ആൻഡ് ഐ ഹാഡ് ടു വൈബ് വിത്ത് ദ മ്യൂസിക് ബീറ്റ്സ്. വേറെ വഴിയില്ല, വീട്ടിലിരുന്നിട്ട് ഈ പാട്ട് കേൾക്കും, വേറെ ഒരു പണി, ഒരു ഫോൺ കോളോ വേറെ ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോൺ എടുത്ത് പുറത്ത് പോയിട്ട് അതിൻ്റെ ഒപ്പം നിന്ന് തുള്ളല്ല, വേറെ വഴിയില്ല. ആൻഡ് അഗെയിൻ സ്റ്റോറിയിൽ നെക്സ്റ്റ് ഡേ 24 hours കഴിഞ്ഞ് അടുത്ത ദിവസവും ഗുഡ് മോർണിംഗ്, ഇതാണോ ഈ കാവിലെ പാട്ട് മത്സരം എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടുത്തെ പാട്ടിൻ്റെയും സ്പീക്കറിൻ്റെയും വോയിസ് നമുക്ക് കേൾപ്പിച്ചിരുന്നത്, വയ്യ എനിക്ക് പാട്ടുകാരെ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത സ്റ്റോറിയിൽ തലയിലും കൈ വെച്ചിരിക്കുന്നുണ്ട്. സംഗതി സഹി കെട്ടിട്ടതാണ്. അച്ഛനൊരു BJP പ്രവർത്തനമാണ്. ഞാൻ അവിടെ ഈ പൊളിറ്റിക്സോ മതോ കൊണ്ടുവരുന്നതല്ല. ആസ് എ പേഴ്സൺ അഹാന കൃത്യമായിട്ട് അതൊന്നും നോക്കാതെ അവർക്ക് പേഴ്സണലി പ്രശ്നം ഉണ്ടാവുന്ന ഒരു വിഷയം, ഇത് അവർക്ക് മാത്രമല്ല ആ ഏരിയയിലുള്ള പലർക്കും പ്രശ്നം കാണും. അമ്പലമായതുകൊണ്ടും ദൈവത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കാര്യമായതുകൊണ്ടും പേടി കൊണ്ട് പറയാതിരിക്കുന്നതായിരിക്കും, അല്ലേ? അങ്ങനെയാണ്. ഞാൻ ഈ വിഷയത്തിലൊക്കെ എൻ്റെ നാട്ടിൽ തന്നെ പലപ്പോഴായിട്ട് ഇതേപോലെ ഒരുപാട് ഈ റോട്ടിൽ കൂടി ഓരോ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ദൈവങ്ങളെയും കൊണ്ടുള്ള പോക്ക്, അമ്പലപ്പരിപാടിയും പള്ളിപ്പരിപാടിയും ഉണ്ടാകുമ്പോൾ മതത്തിൻ്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും റോട്ടിൽ കൂടി ഇറങ്ങിയിട്ടുള്ള പോക്ക്, ഇതിനൊക്കെ ഞാൻ ഹോണടിച്ച് എനിക്ക് വയ്യ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്കിത് കണ്ട് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാകുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യലുണ്ട്. അപ്പോൾ നമുക്കും ഹോൺ അടിക്കുന്ന കണക്കൊരു നോയ്സ് പൊല്യൂഷൻ അല്ലേ ഈ സാധനം വെച്ച് തന്നിട്ടുള്ളത്. ഇവിടെ അപ്രൂവ് ചെയ്ത സാധനം കേട്ടോ വണ്ടിക്കകത്ത്, ഞാൻ എക്സ്ട്രാ ഹോൺ ഫിറ്റ് ചെയ്തൊന്നുമല്ല. അപ്പം ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ കാണുന്ന സമയത്ത് നമുക്ക് ഈ സാധനം അടിക്കാം. ഇനി അത് എടുത്തിട്ട് എൻ്റെ തലയ്ക്ക് കയറി വരണ്ട. ഇവിടെ എല്ലാം ബാൻഡാണ്, നിങ്ങൾക്കറിയൂ. അതായത് ഈ സൈലൻസർ, ശബ്ദം ഉണ്ടാക്കുന്ന ലൗഡ് സൈലൻസേഴ്സ് ബാൻഡാണ്. ഇന്ത്യയിൽ പ്രൊഡക്ഷനിലുള്ള കാറുകളിലും ബൈക്കുകളിലും ഒക്കെ ഈ പറഞ്ഞ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും സമ്മതിക്കില്ല. ഈവൻ ഫാക്ടറി പ്രൊഡക്ഷൻ കഴിഞ്ഞ് വരുന്ന വണ്ടികൾക്ക് അടക്കം ഇവിടെ എന്തുണ്ട്, ഈ സൗണ്ട് ഇത്ര ഡെസിബിളേ പാടും ഒരു വണ്ടിക്കകത്തുനിന്ന്, അതിൻ്റെ സൈലൻസറിനകത്തു നിന്നുള്ള നിയമങ്ങളുണ്ട്.
അതുകൊണ്ടാണ് ആ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ MVD പിടിക്കുന്നതും കർശനമായ നിയമങ്ങൾ കൊണ്ടുവരുന്നതും. പക്ഷെ ഇവിടെ എവിടെയും നിയമം പാലിക്കാത്ത ഒരു സംഘം, ഈവൻ വെടിക്കെട്ട് പോലും ഇല്ലേ, പല അമ്പലങ്ങളിലും പള്ളികളിലും വെടിക്കെട്ട് പോലും ഈ പറഞ്ഞ എയർ പൊല്യൂഷനും സൗണ്ട് പൊല്യൂഷനും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കുറഞ്ഞ ഡെസിബലിലുള്ള സാധനങ്ങൾ പൊട്ടിച്ചാൽ മതി എന്നുള്ള രീതിക്കൊക്കെ കാര്യങ്ങൾ നിയമപരമായിട്ട് മാറ്റുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ ഉള്ളൊരു നാട്ടിലാണ് ഈ പൂരം വരുമ്പോഴും പള്ളിപ്പെരുന്നാൾ വരുമ്പോഴും പള്ളിയിലെ പരിപാടി വരുമ്പോൾ, അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നില്ല, എല്ലാ ആരാധനാലയങ്ങളിലും ഇതിങ്ങോട്ട് നാടട്ടക്കി ഇങ്ങോട്ട് വെക്കി ഒരു 10-100 കാലും നാട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ലൈറ്റും വെച്ച് സ്പീക്കറും വെച്ചിട്ട് പട്ട ഒരു 3-4 ദിവസം പിന്നെ ചെവിതല കേൾപ്പിക്കില്ല. ആ രീതിയിലായിരിക്കും പ്രഹസനം. ഇതിനാണ് പറയേണ്ടത് പ്രഹസനം. ഒരു ദൈവവും ഇങ്ങനെ പ്രഹസനം കാണിക്കാൻ ഒരു മതക്കാരോടും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ദൈവങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇന്നാലും വിടൂല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരമ്പലത്തിലോ ഒരു പള്ളിയിലോ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അവരുടെ പ്രാർത്ഥനാ സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ സഹിക്കാൻ പറ്റും. മനുഷ്യന്മാരാണ്, കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, വിശ്വാസികളാണ്, ചെയ്യുന്നത് ചെയ്തോട്ടെ. അമ്പലത്തിൽ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് പാട്ടിടും, പള്ളിയിൽ ചിലപ്പോൾ ഒരു വാങ്ക് വിളിക്കും, അതൊക്കെ ഫൈനാണ്. അതൊന്നൊരു വിഷയമുള്ള കേസല്ല. ആ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അതൊക്കെ നമുക്ക് മനുഷ്യന്മാർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതേപോലുള്ള കണ്ടിന്യൂസ് ആയിട്ട് 3-4 ദിവസം ഇരുന്ന് ഹരോഹര അടിച്ചു കഴിഞ്ഞാണ്ടല്ലോ ആരാണെങ്കിലും റിയാക്ട് ചെയ്യും. ആന വെച്ച സ്റ്റോറി ഞാൻ ഒന്നും കൂടി ഇവിടെ പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് സർക്ക് വെച്ചിരിക്കുക, ഇറക്കി വെച്ചിരിക്കുക. അത് അമ്പലപ്പാട്ടിട്ടാലും കുഴപ്പമില്ല, അമ്പലത്തിനകത്ത് ഭക്തിപ്പാട്ടിട്ടാലും വിഷയമല്ല. അതിനിടയിൽ കൂടി സർക്ക് വെച്ചിരിക്കുക, ഇറക്കി വെച്ചിരിക്കുക, ഇതൊന്നും അല്ല കേട്ടോ. ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനി വേറെ ഐറ്റംസ് കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോറി ആന ഇട്ടിട്ടുണ്ടായിരുന്നത്. സഹിക്കാൻ വയ്യാതെ ഇട്ടതാണെന്നുള്ള കാര്യം കൺഫേമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ കണ്ടുവരുന്നത് സോഷ്യൽ മീഡിയയിൽ ഹാപ്പനിങ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റുപിടിക്കുന്നത് ഇവിടെ മനോരമ ന്യൂസ് ആണല്ലോ. മനോരമ ന്യൂസ് നല്ല വൃത്തിക്ക് അഹാനേൻ്റെ മറ്റേ തലയിൽ കുറിയൊക്കെ തൊട്ട് ഒരമ്പലത്തിൽ പോയ സാധനമൊക്കെ എടുത്ത് വെച്ച് അപ്പുറത്ത് തലേനോള് കൈയൊക്കെ വെക്കുന്ന സാധനമൊക്കെ ഇട്ടിട്ട് വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ലൗഡ് സ്പീക്കർ കാരണം സഹി കെട്ട് നടി അഹാന കൃഷ്ണ അമ്പലത്തിലെ പ്രാർത്ഥനയും മറ്റും കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ഷേത്ര പരിസരത്ത് പോയി കേൾക്കും. വീട്ടിലിരിക്കാൻ വയ്യ, ചെവി പൊട്ടും വിധം ക്ഷേത്രത്തിലെ ലൗഡ് സ്പീക്കർ വിമർശിച്ച അഹാന കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അവർ സാധനം എന്താണെങ്കിലും അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനടിയിലെ കമൻറ്റ് ബോക്സ് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു അടിയിലുള്ള കമൻറ്റ് ബോക്സ് നോക്കാൻ. ബിക്കോസ് ഓഫ് ലൈക്ക് ആ ഒരു അച്ഛൻ്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് എന്തായിരിക്കും ഇവിടെ വരാൻ പോകണമെന്നുള്ള ഏറെക്കുറെ നമുക്കൊക്കെ ഊഹിച്ചാൽ അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ കുറേ പേരുടെ കമൻറ്റ് ബോക്സ് ഇങ്ങനെ നോക്കിയാൽ മതി. നിങ്ങൾ ഇപ്പം ഈ നിമിഷം ഇറങ്ങിപ്പൊക്കോണം, ഈ സംഘം തറവാട്ടിൽ നിന്ന്, ഈ ടെറിട്ടറി എന്ന് പറഞ്ഞിട്ട് സർക്കാസം കുറേ പേര് ഇട്ടിട്ടുണ്ട്. നിൻ്റെ വീട് ഒരു മുസ്ലിം പള്ളിയുടെ ക്രിസ്ത്യൻ പള്ളിയുടെയോ അടുത്തായിരുന്നെങ്കിൽ നീ ഈ പോസ്റ്റ് ഇടുമായിരുന്നു. വാവ്, ദാറ്റ്സ് എ പ്രോപ്പർ സംഘി കമൻറ്റ്. അതെന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ കുറച്ച് തപ്പിയിരുന്നത്. പക്ഷേ അടിക്കടിക്ക് പോകുമ്പോൾ കുറേ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ സംഘത്തലവനാണ്, മറക്കരുത്, അച്ഛൻ കേൾക്കണ്ട. അപ്പം മുസ്ലിം മസ്ജിദിൽ ബാങ്ക് വിളിയോ എല്ലാം നിർത്തണം. ഓക്കെ, അപ്പം അങ്ങനെ കമൻറ്റ് ബോക്സ് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. ബട്ട് കമൻറ്റ് ബോക്സിനകത്ത് കുറേ ആളുകൾ മാറുന്നുണ്ട്. പണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ കുറേ ഈ കാര്യത്തിനെ കുറിച്ചിട്ട് ഇതേപോലെ ഈ ഒച്ചയും വിളിയും അമ്പലത്തിൽ നിന്നും പള്ളിയിൽ നിന്നും ഉണ്ടാകുന്നതിനെ കുറിച്ച് സംസാരിച്ച സമയത്ത്
കേട്ട ഒരു തെറിവുകൾ സെറ്റപ്പ് ഒന്നും ഇപ്പോൾ വരില്ല എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. കാരണം അറ്റ്ലീസ്റ്റ് ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് വിട്, ഈ വെടിക്കെട്ട്, വണ്ടീൻ്റെ സൈലൻസർ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. ഇവിടെ ഒരു പ്രോഗ്രാം നടക്കാമെന്ന് വിചാരിച്ചു. അമ്പല പ്രോഗ്രാമിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പ്രദക്ഷിണത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ DJ കൊട്ടണ മാതിരി വണ്ടീൻ്റെ മുകളിൽ എത്രയോ സ്പീക്കറൊക്കെ വെച്ച് അടിച്ചു കൂട്ടി പോകുന്ന സീനുകൾ ഇവിടെ ഉണ്ട്. അതിനൊന്നും ഈ പറഞ്ഞ പോലെ എത്ര സൗണ്ടിൻ്റെ സ്പീക്കറാണ്, ഇങ്ങനത്തെ സ്പീക്കർ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു കലാകാരൻ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഇവിടെ നടക്കുകയാണെന്ന് വെച്ചോ, അതിൻ്റെ പെർമിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത്, ഇഫ് ഐ എം നോട്ട് റോങ്, പോലീസിലടക്കം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ ആണെന്നുണ്ടെങ്കിൽ അതിലടക്കം എന്ത് കൊടുക്കണം, ഏതൊക്കെ സ്പീക്കർ ഉപയോഗിക്കുന്നു, എത്ര സൗണ്ട് സിസ്റ്റം, എത്ര ഡെസിബലിനെയാണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ പെർമിഷൻ മേടിച്ച് അവർ പറയുന്ന രീതിയിലുള്ള സൗണ്ടും സെറ്റപ്പും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള റെസ്ട്രിക്ഷൻസൊക്കെ ഈ നാട്ടിലുള്ള സമയത്താണ്. പള്ളിപ്പെരുന്നാളും അമ്പലത്തിലെ ഉത്സവവും ഇങ്ങനത്തെയൊക്കെ പരിപാടി വരുന്ന സമയത്ത് ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. വെച്ച് കീച്ച് അലക്കി വിടും ഇതേപോലെ. പിന്നെന്താ പറയുക, നാട്ടുകാർ മിണ്ടാതിരിക്കുന്നത് ദൈവത്തിനെ പേടിച്ചിട്ടും ഭക്തിനെ പേടിച്ചിട്ടും ഒക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അല്ല, അതല്ല വിഷയം. ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പാർട്ടിക്കാരും മതം വെച്ച് ബിസിനസ് ആക്കുന്നവരും ഇങ്ങോട്ട് ഇറങ്ങും. പറഞ്ഞവൻ ഒറ്റപ്പെട്ട് പോവും. എന്തിനാ നാട്ടിൽ ഞാൻ ഒറ്റപ്പെടണേ, ഇതിലും നല്ലത് ഞാൻ മിണ്ടാതെ സൈഡിൽ കൂടി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് പലരും എന്ത് ചെയ്യുന്നത്, മിണ്ടാതെ പോകുന്നത്. ഇതിപ്പോൾ അത്രയും സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അഹാൻ എന്ത് ചെയ്തത്, സ്റ്റോറി എടുത്തിട്ട്. അപ്പം സഹിക്കാതെ നടക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അത് മനസ്സിലാക്കി ദയവേത്. ഇവിടെ റൂളില്ലടേ, ഇവിടെ നിയമം കൊണ്ടുവന്നാൽ അതിലേറെ വിറ്റായിരിക്കും. നിയമം വന്നു കഴിഞ്ഞാലുള്ള കഥ എന്താണെന്ന് അറിയോ? ഇവിടെ കോളാമ്പി ഓൾറെഡി ബാൻഡാണെന്ന് തോന്നുന്നു. ഇപ്പോൾ മറ്റേ സ്പീക്കറിലാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്ര സൗണ്ട് ലിമിറ്റിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിയമം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ്, ഇഫ് ഐ എം നോട്ട് റോങ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിങ്ങോട്ട് കർശനമായിട്ട് അമ്പലത്തിൽ നിന്നും പള്ളിയിൽ നിന്നൊക്കെ ഈ പറഞ്ഞ പോലെ ലൗഡ് സ്പീക്കറോ അല്ലെങ്കിൽ വലിയ സ്പീക്കറൊക്കെ വെച്ചിട്ട് പുറത്ത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ നിർത്തലാക്കണം എന്നുള്ള കംപ്ലീറ്റ് ബാൻ വന്ന പ്രശ്നം എന്താ പറയുക, അപ്പോഴത്തേക്കും പ്രൊട്ടക്ഷൻ വരും. മതത്തെ സംരക്ഷിക്കണം, ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി മനസ്സിലാവുന്നില്ല ഏത് ആചാരം ഏത് അനുഷ്ഠാനം. അറിയില്ല, മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടോ, യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ, ശിവനോ വിഷ്ണു പറഞ്ഞിട്ടുണ്ടോ കോളാമ്പി വെച്ചിട്ട് ഇത് പുറത്ത് നാട്ടുകാരെ കേൾപ്പിക്കണം എന്നുള്ളത്? എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞതായിട്ട് എനിക്കറിയാൻ പാടില്ല. ശംഖു ഊതുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട്. ഈ യുദ്ധത്തിന് മുമ്പ് മറ്റേ വിളംബരം പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അല്ലാതെ രാവിലെ എണീച്ചിട്ട് ഇതിങ്ങനെ ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു പരിധി വരെ ഫൈനാണ്. ഡേ ടു ഡേ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് അമ്പലത്തിലും പള്ളിയിലും 10 മിനിറ്റ് 5 മിനിറ്റൊക്കെ നാട്ടുകാർ പിന്നെയും സഹിക്കും. ഫെസ്റ്റിവൽ ടൈമിലൊന്നും ഇത് സഹിക്കാൻ പറ്റുന്ന കേസൊന്നുമല്ല. ഇറ്റ്സ് ഹൈ ടൈം. നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ പൊന്നു, ഈവൻ ഒരു പരിധി വരെ ഞാൻ ഈ തമിഴ്നാടും കർണാടകയൊക്കെ ഇപ്പോൾ കുറേ കുറവാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ കൂടുതൽ തോന്നുന്നു. എനിക്ക് അവിടെയൊക്കെ ഞാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് പണ്ട് ഒരു 7-8 കൊല്ലം മുന്നേയൊക്കെ ഉണ്ട്. എനിക്കിപ്പോൾ ഈ റീസെൻ്റ്ലി ഞാൻ പോയ സമയത്തൊക്കെ ഗണേശോത്സവവും പരിപാടിയൊക്കെ ഉള്ള സമയത്തൊക്കെ പണ്ടിങ്ങനെ തെരുവ് മൊത്തം വെച്ചിരുന്നത് ഇപ്പോൾ 1-2 സ്പീക്കറിലൊക്കെ അവർ വരെ കുറച്ചു. കാരണം അവിടെ കൃത്യമായിട്ട് അവിടെ പോലീസുകാർ വന്നിട്ട് വെച്ച സാധനങ്ങളൊക്കെ അഴിപ്പിച്ച് കളയാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അങ്ങനത്തെ പരിപാടികളും ഇല്ല. എന്ത് പരിപാടിയാണെന്നുണ്ടെങ്കിലും ആ പരിപാടിയോട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിയമവും പോലീസും കൊണ്ട് പോണ പരിപാടിയാണ് പൊതുവേ നമ്മളെ നാട്ടിൽ കണ്ടിട്ടുള്ളത്. എന്താണെങ്കിലും ഇതൊക്കെ എന്താ പറയുക, നാട് മാറുമ്പോൾ മാറേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. അല്ലാതെ മതത്തിനും ദൈവത്തിനും ഒരു പ്രത്യേക നിയമമൊന്നും ഈ നാട്ടിലുണ്ടാക്കിയിട്ട് ഇന്ന മതത്തിന് ഇന്ന ദൈവത്തിന് ഒരു പ്രത്യേക നിയമമൊന്നും ഉണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റില്ല. ഒരു രാജ്യമാണ്, അതിനകത്ത് അതിൻ്റേതായിട്ടുള്ള നിയമവും അത് പാലിക്കപ്പെടണമെന്നുണ്ട്. പിന്നെ ദൈവങ്ങൾക്ക് വേണ്ടി കണ്ണടയ്ക്കുന്ന ഒരു തരം സെറ്റപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ഐ ഡോണ്ട് നോ, പണ്ട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കമൻറ്റ് ബോക്സിനകത്തൊക്കെ എനിക്ക് പൂര തെറിവിൽ ചെയ്യുന്നു, ദൈവവിശ്വാസം ഇല്ലാത്ത എന്തിനാണോ അതൊക്കെ പറയാൻ നിൽക്കുന്നത്. ഇതിനിപ്പോൾ ദൈവവിശ്വാസം ഉണ്ട് ഇല്ല എന്നുള്ള സ്കീമൊന്നും ഇതിനകത്തില്ല. ചെവി പൊട്ടുന്ന രീതിയിൽ ആളുകൾക്ക് ശല്യമാകുന്ന രീതിയിൽ ഇതേപോലത്തെ സെറ്റപ്പ് പള്ളി ചെയ്താലും അമ്പലത്തിൽ ചെയ്താലും കണ്ടാൽ പറയും. ഓക്കെ, അത് പറയുമ്പോൾ അതിനെന്തെങ്കിലും ഒരു സെൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ ഇത് ദൈവത്തിനെ പറയുന്നതോ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ എതിരെ സംസാരിക്കുന്നതോ അല്ല. പിന്നെ ഒരു മതത്തിലും ഒരു ദൈവവും പറഞ്ഞിട്ടുമില്ല നാട്ടുകാരെ ഫുള്ള് വിളിച്ച് കേൾപ്പിക്കണം എന്നുള്ളത്. അതിൻ്റെ ആവശ്യമില്ല. തൂണിലും തുരുമ്പിലുള്ള ദൈവമല്ലേ, അപ്പം പിന്നെ ആ ദൈവത്തിൻ്റെ തൂണിലും തുരുമ്പിലും മനുഷ്യന്മാർ മനസ്സിലാക്കിക്കോളും, തിരിച്ചറിഞ്ഞോളും.
അതിപ്പോൾ ഞാൻ ദൈവം ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട് 10 ആളെ വിളിച്ച് അറിയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ.